നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുത്തൻ സഭ പുതുതുടക്കം. MLA-മാരുടെ സത്യപ്രതിജ്ഞ ഏറെ കൗതുകമുണർത്തി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വാണ പിണറായി വിജയൻ നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവർക്കും ഒരു ചിരി. പ്രതിപക്ഷ നേതാവാണ്. പൊതുവെ കേരളം കരുതിയത് ഇന്ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തില്ല എന്ന് പ്രോടൈം സ്പീക്കർ G. സുധാകരനാണ്. പ്രായപരിധിയുടെ പേരിൽ ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെട്ട സുധാകരൻ 2021 പിണറായി വിജയൻ സുധാകരന് സീറ്റ് നൽകിയിരുന്നില്ല. അതിൻ്റെ കലി സുധാകരൻ്റെ മനസ്സിൽ ചെറുതൊന്നുമല്ല. തുടക്കം മുതൽ ആകെ ആകാംക്ഷയും കൗതുകവും. G. സുധാകരന് മുന്നിൽ എങ്ങനെ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യും? CPM-ൽ നിന്ന് പുറത്തുപോയ വിമതരൊക്കെ ജയിച്ചു കയറി നിയമസഭയിലുണ്ട്. ഒരു വശത്ത് TK ഗോവിന്ദൻ, മറുവശത്ത് കുഞ്ഞികൃഷ്ണൻ. സ്പീക്കറുടെ കസേരയിൽ സാക്ഷാൽ G. സുധാകരൻ. സഭയെ അഭിസംബോധന ചെയ്ത് പ്രോടൈം സ്പീക്കർ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നു. ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവെന്നാണ് പിണറായി വിജയനെ G. സുധാകരൻ അഭിസംബോധന ചെയ്തത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയായിരുന്നു G. സുധാകരൻ ആദ്യം സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. ഇതോടെ ശ്വാസം നേരെയായി പിണറായി വിജയന്. ബഹുമാന്യൻ മാത്രമല്ല, ആദരണീയൻ കൂടിയാണ് താൻ എന്ന് പിണറായി തിരിച്ചറിയുന്നു. അപ്പോൾ മാത്രമാണ് പിണറായി വിജയൻ്റെ മുഖത്ത് ഒരു ചെറുചിരി പൊട്ടിയത്. അതുവരെ കനത്ത ഭാവത്തിലായിരുന്നു. കടുത്ത വൈരാഗ്യമൊന്നും G. സുധാകരൻ മനസ്സിൽ വെച്ച് പുലർത്തിയിരുന്നില്ല. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചിരിച്ചു. ഇതൊരു വല്ലാത്ത ചിരിയായിപ്പോയി എന്ന ഭാവമായിരുന്നു പിണറായിക്ക്. സുധാകരൻ്റെയൊക്കെ മനസ്സിൽ തന്നോടുള്ള വികാരം എന്തായിരിക്കും? അധികാരമൊക്കെ നഷ്ടപ്പെട്ട് പ്രതിപക്ഷ നേതാവായി മാത്രം സഭയിൽ വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇരുമ്പ് കസേരയിൽ ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കുഷിനും അതിനു മുകളിൽ മറ്റൊരു കുഷിനുമൊക്കെ വേണം പിണറായി വിജയന് സാധാരണ ഇരിക്കാൻ. പണ്ട് ടൈംസ് സ്ക്വയറിൽ പോയി ഒരു ഇരുമ്പ് കസേരയിൽ ഇരുന്ന വിജയനെ അന്ന് സോഷ്യൽ മീഡിയ എടുത്തുടുത്തതാണ്. അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരുത്തനും വേണ്ട. അതാണ് കേരളത്തിൻ്റെ ഒരവസ്ഥ. പൊതുവെ അങ്ങനെയൊക്കെയാണ് ലോകം. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട പിണറായി വിജയനെ അത്രയ്ക്കൊന്നും വകവയ്ക്കുന്നില്ല സ്വന്തം പാർട്ടിക്കാർ പോലും. ജില്ലാ സെക്രട്ടേറിയറ്റുകളൊക്കെ പിണറായിയെ എടുത്തൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒന്നടക്കം ആവശ്യപ്പെടുന്നു. അതിനിടയിൽ ഒരുവിധം നിയമസഭയിൽ വന്നൊന്ന് കയറി. ഒടുവിലിത സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ്റെ ഊഴം. പിണറായിയുടെ പേര് വിളിക്കുന്നു. ആകാംക്ഷയോടെ എല്ലാവരും പിണറായിയുടെ അടുത്ത നീക്കം എന്ത് എന്ന് നോക്കുന്നു. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നേരെ സ്പീക്കറുടെ ഡൈസിലേക്ക്. എന്താണ് പിണറായി വിജയൻ്റെ ഭാവം, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ സഭയിലുണ്ടായിരുന്നവർ അന്താളിപ്പോടെ നോക്കി. പ്രോടൈം സ്പീക്കറായ G. സുധാകരനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നേരെ ഡൈസിലേക്ക് കയറിയത്. വലിയ ഗൗരവത്തിൽ ഡൈസിലേക്ക് കയറിയ പിണറായി ഒന്ന് ചിരിച്ചു. G. സുധാകരനും ഒന്ന് ചിരിച്ചു. കൈനീട്ടി സുധാകരനൊരു ഹസ്തദാനം. സഭയിൽ 133ാമത് അംഗമായാണ് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായതുകൊണ്ട് P എന്ന അക്ഷരം എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. സുധാകരനെ പിണറായി വിജയൻ ഹസ്തദാനം നൽകി അഭിവാദ്യം ചെയ്തു. തിരിച്ച് സുധാകരനും പിണറായിയെ അഭിവാദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ഭരണകക്ഷിയിലെ മുതിർന്ന അംഗം G. സുധാകരൻ ചുമതലയേറ്റത്. ബുധനാഴ്ച ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച G. സുധാകരൻ ഇപ്പോൾ തലയെടുപ്പോടെ നിയമസഭയിലിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുഖ്യമന്ത്രിയായി വാണ പിണറായി വിജയനാവട്ടെ പ്രതിപക്ഷ നിരയിലും. ഇക്കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞിരുന്നു, പിണറായി ഞങ്ങളെപ്പോലൊരു MLA. G. സുധാകരൻ്റെ മുന്നിലാണല്ലോ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തോടാണ് G. സുധാകരൻ പ്രതികരിച്ചത്. പിണറായിയും ഞങ്ങളെപ്പോലൊരു MLA അല്ലേ? പിണറായി വിജയനെന്നോ മറ്റൊരാളെന്നോ എൻ്റെ മുന്നിലില്ല. MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. പിണറായി വിജയൻ 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യം ഞാനും സർക്കാരിൻ്റെ ഭാഗം. എനിക്കാരോടും ശത്രുതയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല.
അംഗത്വമൊന്നും പുതുക്കാതെ CPM-ൽ നിന്ന് വഴിപിരിഞ്ഞ G. സുധാകരൻ അങ്ങനെ നിയമസഭയിലെത്തി. പ്രായപരിധി പറഞ്ഞ് നേതാക്കളെ ഒഴിവാക്കരുത് എന്ന് പാർട്ടിയിൽ വാദിച്ച വ്യക്തിയാണ് G. സുധാകരൻ. പിണറായി വിജയന് ബാധകമല്ലാത്ത പ്രായപരിധി തനിക്കെങ്ങനെ ബാധകമാകുമെന്നാണ് G. സുധാകരൻ അന്ന് പച്ചയ്ക്ക് ചോദിച്ചത്. സുധാകരന് 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി. ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച മന്ത്രി എന്ന പേരെടുത്തിട്ടും G. സുധാകരനെ ചവിട്ടിക്കൂട്ടി. അതാണ് സുധാകരൻ്റെ ഉള്ളിലുള്ള കലിപ്പ്. ഏതായാലും നിയമസഭയിലെത്തിയ പിണറായി വിജയൻ ഒടുവിൽ ഒരു സാധാരണ MLA മാത്രമായി മാറുന്നു. പാർട്ടി കോട്ടയാണ് തളിപ്പറമ്പ്. സാക്ഷാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയാണ് തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്നാൽ CPM-ൽ നിന്ന് പുറത്തിറങ്ങിയ TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തിയ TK ഗോവിന്ദൻ്റെ നീക്കങ്ങളായിരുന്നു മറ്റൊരു കൗതുകമുണർത്തിയ കാഴ്ച. TK ഗോവിന്ദൻ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നേരെ TK ഗോവിന്ദൻ നടന്നു ചെല്ലുന്നു. TK ഗോവിന്ദൻ്റെ ഭാവം എന്താണ് എന്നെല്ലാവരും ഉറ്റുനോക്കുമ്പോൾ ഇതാ നേരെ പിണറായി വിജയൻ അടുക്കൽ ചെന്ന് വിജയന് കൈകൊടുത്തു. TK ഗോവിന്ദൻ്റെ നീക്കങ്ങൾ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയത്. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഊഴമെത്തിയപ്പോൾ ഗോവിന്ദൻ നേരെ നടുത്തളത്തിൽ. TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. UDF അംഗങ്ങൾ ഉച്ചത്തിൽ കൈയടിച്ച് ഗോവിന്ദനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ഗോവിന്ദൻ നേരെ പോയത് പിണറായി വിജയൻ ഇരിക്കുന്ന ഭാഗത്തേക്ക്. പിണറായി വിജയൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങിയ ഗോവിന്ദൻ അദ്ദേഹത്തിന് കൈകൊടുത്തു. CPM-ന്റെ ശക്തി കേന്ദ്രമാണ് തളിപ്പറമ്പ്. പാർട്ടി കോട്ടയിൽ അട്ടിമറി വിജയം കൈവരിച്ച TK ഗോവിന്ദൻ സഭയിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഒരവസ്ഥയെ. MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി വലിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഒടുവിൽ തളിപ്പറമ്പ് MLA ആയിരുന്ന MP ഗോവിന്ദൻ്റെ പിൻഗാമിയായി ഭാര്യ PK ശ്യാമളയെ പാർട്ടി നിയോഗിക്കുന്നു. കലഹിച്ച് TK ഗോവിന്ദൻ പുറത്തുമിറങ്ങി. പയ്യന്നൂരിൽ നിന്ന് വിജയിച്ച V. കുഞ്ഞികൃഷ്ണനും പിണറായി വിജയനോട് ഒരു ആദരവ് കാട്ടി. V. കുഞ്ഞികൃഷ്ണൻ പിണറായി വിജയന് ഹസ്തദാനം നൽകിയില്ല. എന്നാൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. V. കുഞ്ഞികൃഷ്ണൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കാലം കരുതി വെച്ച പ്രതികാരം. അങ്ങനെയാണ് ഇപ്പോൾ പിണറായി വിജയന് നിയമസഭയിലുണ്ടായ അനുഭവത്തെ കേരള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രോട്ടീം സ്പീക്കർ G. സുധാകരന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത പിണറായി വിജയന്റെ ഒരവസ്ഥയെ. ഇടതുപാളയം വിട്ട് മറുകണ്ഠം ചാടിയ വിമതരൊക്കെ ഇന്ന് സഭയിൽ പ്രത്യേക ശ്രദ്ധാകേന്ദ്രങ്ങളായി. ഭരണബെഞ്ച് കൈയടിച്ചാണ് ഇടതു വിമതരെ സ്വീകരിച്ചത്. ഇത് CPM-ന്റെ നെഞ്ചിനേറ്റ ഇടിവെട്ട് തന്നെ. സഗൗരവത്തിലാണ് കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമപ്രകാരം ആദ്യ ദിനം പ്രോട്ടീം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് പിന്നീട് സ്ഥിരം സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ അതിനുവേണ്ടി പിണറായി കാത്തുനിന്നില്ല. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് അവിടെ സത്യപ്രതിജ്ഞ നടന്നത്. കളമശ്ശേരി MLA-യും ഫിഷറീസ് മന്ത്രിയുമായ V. അബ്ദുൽ ഗഫൂർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. MLA ആയുള്ള സത്യപ്രതിജ്ഞയിലും VD സതീശൻ തൻ്റെ പേരിനൊപ്പം പിതാവിൻ്റെ പേരായ ദാമോദരമേനോൻ എന്നാവർത്തിച്ചു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്നു പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത സതീശൻ. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞതേറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. മാതാപിതാക്കളുടെ പേര് പറയുന്നത് അഭിമാനമെന്നായിരുന്നു ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. സ്പീക്കറുടെ കസേരയിൽ നിന്ന് പിണറായി വിജയനെ എഴുന്നേറ്റ് തൊഴുത ജി സുധാകരൻ, സുധാകരന്റെ തോളിൽ തട്ടിയ പിണറായി. കൗതുകമുണർത്തും ഈ കാഴ്ചകൾ. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പിതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ച്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രോടേം സ്പീക്കർ ജി സുധാകരനെ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അഭിവാദ്യം ചെയ്തു. നിയമസഭയിലെ ആദ്യ ദിനം സത്യപ്രതിജ്ഞ ഏറെ കൗതുകമുണർത്തി. പിണറായി വിജയന്റെ ഇരിപ്പ് കണ്ടാൽ സഹിക്കൂല എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.